ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വാഴപ്പിള്ളി മൂവാറ്റുപുഴ സെൻട്രലിലുള്ള വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂളിലേക്കാണ്. വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ 2024-25 ആനുവൽ ഡേ സെലിബ്രേഷൻ. വിമലഗിരി ഇൻ്റർനാഷണലിൻ്റെ 2024-25 ആനുവൽ സെലിബ്രേഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിശാലമായ തിരുമുറ്റം. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരു പള്ളിക്കൂടത്തിൽ ആനിവേഴ്സറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ സ്വപ്നമുണ്ട്. ഒരടയ്ക്കാമരമൊക്കെ നടുമുറ്റത്ത് ചാർത്തി അതിൽ വിവിധ വർണ്ണങ്ങളിലുള്ള കൊടിത്തോരണങ്ങൾ വലിച്ചു കെട്ടി 2 കോളാമ്പി അല്ലെങ്കിൽ മൈസെറ്റിൻ്റെ 2 ഹോൺ സെറ്റൊക്കെ വച്ച് കെട്ടിയുള്ള 2 പാട്ടും ആ ഒരു കാലഘട്ടവുമൊക്കെ നമ്മുടെ ഏവരുടെയും മനസ്സിൽ ഓടിയെത്തും. ഇന്നത്തെ കാലങ്ങൾ അങ്ങനെയല്ല. വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ വിശാലമായ തിരുമുറ്റത്തൊരുക്കിയിരിക്കുന്ന വലിയൊരു വേദിയാണ് ഈ കാണുന്നത്. പണ്ടൊക്കെ പള്ളിക്കൂടങ്ങൾ ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും അതൊരു വലിയ ഉത്സവമാണ്. പക്ഷേ ഇന്നത്തെ അത്ര അരങ്ങുകളില്ല. അന്നത്തേതും ഇന്നത്തേതും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മത്സര രംഗത്താണ്. വിമലഗിരി ഇൻ്റർനാഷണലിൻ്റെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. വലിയ വിശാലമായ മുറ്റത്ത് സ്വാഗത ഗാനവുമൊക്കെ കഴിഞ്ഞ് കൊച്ചു മിടുക്കികളുടെയും മിടുക്കന്മാരുടെയും ചെറിയ ഒരു കലാപരിപാടിയോടുകൂടി പൊതുയോഗ പരിപാടികൾ ആരംഭിക്കുകയാണ്. വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം MP ഫ്രാൻസിസ് ജോർജ് അവർകളാണ്. അദ്ദേഹവും തിരുമേനിയും നിലവിളക്ക് കൊടുത്തു ചടങ്ങുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജർ അച്ഛനും പ്രിൻസിപ്പളും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് നിലവിളക്ക് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി അരങ്ങ് ഉണരുകയാണ്. ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്, നമ്മുടെ കേരളം ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും അപേക്ഷിച്ച് വിദ്യാഭ്യാസ രംഗത്ത്
ഒരുപാട് കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട് എന്നാണ്. അത് നമ്മൾക്കേവർക്കും അറിവുള്ളതുമാണ്. അത് ചെറിയൊരു നേട്ടമല്ല. അതിൽ സഭകൾക്കും അതുപോലെ മതമേലധ്യക്ഷന്മാർക്കുമൊക്കെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നല്ല പങ്കുമുണ്ട്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്ര നായകന്മാർക്കും കേരളത്തിൽ വന്ന ഭരണകർത്താക്കൾക്കുമൊക്കെ അക്കാര്യത്തിൽ അതിൻ്റെ പങ്ക് അവകാശപ്പെടാവുന്നതുമാണ്. വേദികൾ കാഴ്ചക്കാരെ കൊണ്ടും അതുപോലെ മറ്റ് പേരൻസിനെ കൊണ്ടുമൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. സായം സന്ധ്യയാണ്. വിമലഗിരി സ്കൂളിൻ്റെ പാർക്ക് വേദിക്ക് ഒരു വശത്ത് ചേർന്നാണ്. തിരുമേനിയുടെ പ്രസംഗം വല്ലാത്ത ഒരു ചിന്തയെ ഏവരിലും ഉണർത്തി. തിരുമേനി പറഞ്ഞത്, വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നേടുന്നത് മനസ്ഥിതി, പരിസ്ഥിതി, വ്യവസ്ഥിതി, ഈ 3 സ്ഥിതികളുടെ വ്യാഖ്യാനങ്ങളാണ് ശരിക്കും വിദ്യാഭ്യാസം നമുക്ക് തരുന്ന അറിവുകൾ. ആ ഒരു 3 പോയിന്റുകൾ ശരിക്കും ഞാൻ ഹൃദയസ്ഥമാക്കി. തുടർന്ന് വിവിധ അവാർഡുകളുടെ ദാനവും അതുപോലെ ക്രിസ്മസും പുതുവർഷവും എല്ലാം ഒത്തിണങ്ങി സ്കൂളിൻ്റെ സെലിബ്രേഷൻ്റെ കേക്ക് മുറിച്ച് തിരുമേനി ആ കർമ്മവും കൂടി നടത്തിയതിന് ശേഷമാണ് അവാർഡുകളിലേക്ക് കടക്കുന്നത്. എല്ലാവർക്കും മധുരം കൊടുത്ത് വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാക്കി ഈ വേദിയെ ധന്യമാക്കി. എല്ലാ ചിത്രപട്ടങ്ങളോടും Bishop of Muachal Diocese, the Chief Guest Advocate Francis George MB, സംസാരിക്കുകയുണ്ടായി. സന്ധ്യാസമയമായതുകൊണ്ട് കാലാവസ്ഥയും അനുകൂലമായതുകൊണ്ടും വളരെ ഹൃദ്യമായ പരിപാടിയായിരുന്നു ഈ കുട്ടികളുടെ കലാപരിപാടികളും മറ്റും. സ്കൂളിൻ്റെ ചരിത്രവും 3-4 വർഷത്തെ പിന്നാമ്പുറ കാഴ്ചകളും വളരെ വിശദമായി തന്നെ വേദികളിൽ അവതരിപ്പിക്കുകയുണ്ടായി. സംഘാടന മികവുകൊണ്ടും പരിസരങ്ങളുടെ ഒത്തുചേരൽ കൊണ്ടും പേരൻസിൻ്റെയും വിദ്യാർത്ഥികളുടെയും ഒത്തുചേരൽ കൊണ്ടുമെല്ലാം സ്കൂളിൻ്റെ വിജയം വച്ചടി ഓരോ വർഷവും ഉന്നതിയിലേക്ക് എത്തുന്നു എന്നുള്ളതിൽ ഏവർക്കും സന്തോഷമുളവാക്കി. ഓരോ ഘട്ടങ്ങളിലും ഓരോ പരിപാടികളിലും പ്രമുഖ വിദ്യാർത്ഥികളെ ആദരിക്കാൻ സംഘാടകർ മറന്നിട്ടില്ല. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ മിടുക്കികളും മിടുക്കന്മാരുമാണ് ഈ ഓരോ അവാർഡുകൾ ഏറ്റുവാങ്ങുന്നതും വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. In Bharatanatyam, Shyam Krishna Rajesh secured 2nd in Malayalam light music. Diya Kadran and Anna Varghese on 3rd places in തുടക്കത്തിൽ Hindi വളരെ recitation. ചെറിയൊരു സ്കൂളായി തുടങ്ങിയ വിമലഗിരി ഇന്റർനാഷണൽ മാറ്റുപുഴ ഇന്ന് ചരിത്ര പദവുകൾ കയറി മെല്ലെ വീണ്ടും ഉന്നതിയിലേക്ക് അടിവെച്ച് കയറുകയാണ്. The school reopened on June Road beyond guitar, പിന്നിട്ട് പോയ വഴികളെ ഇണക്കി ചേർത്തുകൊണ്ടുള്ള വീഡിയോഗ്രാഫിയുടെ ശേഷം തുടർന്ന് കലാപരിപാടികൾ ആരംഭിക്കുകയുണ്ടായി. കൊച്ചുമിടുക്കികളുടെ ഡാൻസോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പണ്ടൊക്കെ സ്കൂൾ ആനിവേഴ്സറിക്ക് ഒരു പാട്ട് പാടുക, ഒരു കഥ പറയുക, ഒരു ഡാൻസ് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവം വിദ്യാർത്ഥികൾ മാത്രമാണ് അങ്ങ് കാര്യങ്ങളിൽ പങ്കെടുത്തിരുന്നത്. ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. എല്ലാവരിലും എല്ലാ കലകളുമുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉണർത്തിയെടുക്കുക എന്നുള്ളത് അധ്യാപകരുടെയും
അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെയും രക്ഷകർത്താക്കളുടെയും ഒക്കെ കർത്തവ്യമാണ്. അതിനാൽ എല്ലാ കുട്ടികളും ഓരോരോ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അത് കാണുന്നതും കേൾക്കുന്നതും ആസ്വദിക്കുന്നതും വലിയൊരു സന്തോഷമാണ് ഓരോ കുടുംബത്തിലുമുള്ള പേരൻസിനും അതിന് പ്രാപ്തരാക്കിയ അധ്യാപകർക്കും ലഭിക്കുന്നത്. സംഘാടന മികവുകൊണ്ട് വിമലഗിരി ഇൻ്റർനാഷണലിൻ്റെ അധ്യാപകർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ്. തുടർന്ന് കഴിഞ്ഞ കാലങ്ങളിലെ ഉന്നതരായ മിടുക്കികൾക്കും മിടുക്കന്മാർക്കും അതുപോലെ ഈ കഴിഞ്ഞ ടൈമിലെ മിടുക്കികൾക്കും മിടുക്കന്മാർക്കും അവാർഡുകൾ തിരുമേനി നൽകുകയുണ്ടായി. മുഹമ്മദ് ഇനാം സഹക് LKGയിലെ മാതൃകാ വിദ്യാർത്ഥിയായി എല്ലാ കഴിവുകളും നിറഞ്ഞ ഒരു വിദ്യാർത്ഥിയായി അവനെ തെരഞ്ഞെടുത്തതിൽ ഞാനും സന്തോഷിക്കുന്നു. കാരണം അവൻ എൻ്റെ കൊച്ചുമകനാണ്. ഓരോ ഘട്ടങ്ങളിലെയും ഓരോ വിദ്യാർത്ഥികൾക്ക് ഓരോ ക്ലാസ്സുകളിലെയും മിടുക്കന്മാരും മിടുക്കികളുമായ കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകം അവാർഡുകൾ കൊടുക്കുന്ന ഈ സ്കൂളിൻ്റെ ആ ഒരു മാനേജിംഗ് സംവിധാനവും രക്ഷകർത്താക്കളുടെ മനസ്സ് കുളിർക്കുന്ന തരത്തിലുള്ള അവരുടെ ഇടപെടലുകളും ഏവരുടെയും മനസ്സിന് സന്തോഷം പ്രവാഹിക്കും. അവാർഡുകൾ കേവലം ഒരു മൊമെൻ്റോ മാത്രമാണ് നൽകുന്നത്. അത് കുട്ടികളിൽ വലിയ ഒരു വിലയാണ്, അല്ലെങ്കിൽ ഒരു വലിയ മനോഗതിയെയാണ് ഈ മൊമെൻ്റോകൾ ഉയർത്തിവെക്കുന്നത്. മറ്റു കുട്ടികളൊക്കെ കലാപരിപാടികൾക്കുള്ള ഡ്രസ്സുകൾ അണിഞ്ഞാണ് അവാർഡുകൾ ഏറ്റുവാങ്ങുന്നത്. കാരണം കലാപരിപാടികൾ ഇത് കഴിഞ്ഞാൽ തുടരുകയാണ്. സ്കൂളിൻ്റെ ചരിത്രത്തെ വിശദമായി കണ്ടപ്പോൾ എല്ലാ ആനുകാലികങ്ങളും അതുപോലെ ആധുനിക കലകളും അതുപോലെ മെയ്വഴക്കങ്ങളുള്ള കരാട്ടെ പോലുള്ള അഭ്യാസ പ്രകടനങ്ങളുമൊക്കെ എല്ലാത്തിനും സംഗീതത്തിനുമൊക്കെ അമിതമായ പ്രാധാന്യമാണ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും നൽകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നതിൽ നമുക്ക് തന്നെ ഒരു അഭിമാനമുണ്ട്. നമ്മൾ പഠിച്ച കാലഘട്ടത്തെക്കുറിച്ചുള്ള പഠനങ്ങളല്ല ഇപ്പോൾ നടക്കുന്നത്. ഫ്രാൻസിസ് ജോർജ് എനിക്ക് പറഞ്ഞതുപോലെ പണ്ടൊക്കെ മനഃപ്പാഠമാക്കുകയായിരുന്നു. തിരുമേനി അത് കൂട്ടിച്ചേർത്തു. ഇന്ന് പഠിക്കലല്ല, ഇന്ന് പ്രോബ്ലങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അവർ അത് പഠിച്ച് ശരിയാക്കുകയാണ്. പണ്ട് മനഃപ്പാഠമാക്കി അത് പകർത്തി എഴുതി പരീക്ഷ എഴുതലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ്. അതാണ് ആധുനിക കാലം. അതിനാൽ പഠിച്ച് പരീക്ഷ നേടുന്നില്ല. ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റിത്തരും. തിരുമേനി പറഞ്ഞതിനെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. അതായത് മനസ്ഥിതിയും അതുപോലെ പരിസ്ഥിതിയും അതുപോലെ ഈ പ്രകൃതി വ്യവസ്ഥിതിയും പരിസ്ഥിതിയും മനസ്ഥിതിയും മാറിയാൽ മാത്രമേ വിദ്യാഭ്യാസം കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തൂ എന്ന് തിരുമേനി പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിച്ചത് മാത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ പട്ടിണി കിടന്ന് മഞ്ഞത്ത് കിടന്ന് ഒരാൾ
മരിച്ച് മരവിച്ച് കിടന്നാൽ അതൊരു വാർത്തയല്ല. എന്നാൽ ഓഹരി കമ്പോളത്തിലെ ഒരു പോയിന്റ് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് വലിയൊരു വാർത്തയാണ്. ഇത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ വിവരം അറിഞ്ഞപ്പോൾ നമ്മുടെ മാർപ്പാപ്പ ഒരു വാക്ക് പറയുകയുണ്ടായി. നിങ്ങൾ അരുതേ എന്ന് വ്യവസ്ഥിതിയോട് പോലും പറയണം. നേതൃത്വത്തോടല്ല, അല്ലെങ്കിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വ്യവസ്ഥിതിയോടും അരുതേ എന്ന് പറയണം എന്നാണ് മാർപ്പാപ്പ ആ വാർത്ത കണ്ടപ്പോൾ പറഞ്ഞത്. അതിവിടെ ഞാൻ ഓർത്തു പോവുകയാണ്. വിദ്യാഭ്യാസം കൊണ്ട് നാം എന്താണ് നേടേണ്ടത്? മനുഷ്യനെ മനുഷ്യനായി കാണാൻ വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. എന്നാൽ ഇന്ന് ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യനല്ലാതായി തീരുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട തരത്തിലേക്ക് കാലങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഇവിടെ ഇന്റർനാഷണൽ സ്കൂളിൻ്റെ ഈ പരിപാടി ഏവരുടെയും മനം കവർന്നു എന്നുള്ളത് ഒരു സംശയവുമില്ല. പണ്ട് കാലത്ത് ഒരു തിയറി മാത്രമായിരുന്നു, പ്രാക്ടിക്കൽ പിന്നീടുള്ള ജീവിതമായിരുന്നു. എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസം പ്രാക്ടിക്കൽ കൂടി നിറഞ്ഞതാണ് എന്നുള്ളതാണ് പുതിയ വിദ്യാഭ്യാസ രീതി. വിദ്യാഭ്യാസം ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമാണ്. എനിക്ക് പഠിക്കുവാൻ കഴിയാത്തത് എൻ്റെ മക്കൾ പഠിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ മാതാപിതാക്കൾ കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത്. എന്നാൽ നമുക്ക് ചെയ്യാവുന്നത് അത്രയും ബുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ കുട്ടികൾക്ക് ചെയ്യണം. പക്ഷേ അതിനുശേഷം അവരായി വളരേണ്ടതും വളർത്തേണ്ടതും അവർ തന്നെയാണ്. നാം അവരെ അതിനുവേണ്ടിയാണ് പ്രാപ്തരാക്കേണ്ടത്. വിദ്യാഭ്യാസവും അതുപോലെ അതിനുശേഷം തൊഴിലും അതിനുശേഷം വിവാഹവും അതിനുശേഷം അവരുടെ കുട്ടികളെയുമൊക്കെ നോക്കി വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയായി ഇന്ന് പലരും കടമയല്ല എന്ന് പലരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളെ സ്വയം പ്രാപ്തരാക്കാൻ, സ്വയം പര്യാപ്തമാക്കാൻ നാം വിദ്യാഭ്യാസത്തിലൂടെ ശ്രമിക്കേണ്ടതാണ്. അതല്ലാതെ അവർ പറയുന്നത് എന്തും നമ്മൾ വിദ്യാഭ്യാസത്തിനൊപ്പം മക്കൾക്ക് നേടിക്കൊടുത്താൽ അവർക്ക് സ്വമേധയാ ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് അവർ മാറും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. A teacher or a fellow student today promises to be filled with joy, excitement and memory. Relax and get ready for an unforgettable journey of talent and enthusiasm. കൊച്ചുകുട്ടികൾ പാടുന്ന പാട്ടുകളും മറ്റും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ നിയമമില്ല. അതിനാലാണ് ഈ കലാപരിപാടിയുടെ പാട്ടുകളൊക്കെ സൈലൻ്റാക്കി വിട്ടിട്ടുള്ളത്. യൂട്യൂബിനെ സംബന്ധിച്ച് നമ്മൾ ഈ കുട്ടികൾ പാടുന്ന പാട്ടുകൾ ഇതിലൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ തന്നെ കട്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് കുട്ടികളുടെ കലാപരിപാടികളിലെ പാട്ടുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യാത്തത്. ഓരോ കലയും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മികവാർന്ന തരത്തിലാണ് ഈ കുട്ടികൾ വേദികളിൽ അവതരിപ്പിക്കുന്നത്. കല എന്നും മനുഷ്യനെ കൂട്ടിയിണക്കുകയാണ്. കല എന്നുള്ളതിന് മരണമില്ല.
കല അനന്തമാണ്. അത് ഓരോ കാലത്തോടും ചേർന്ന് നിൽക്കും. ഓരോ കാലത്തോടും അനുയോജ്യമായ തരത്തിൽ പോരാടുകയും കല അതിനൊപ്പം മാറ്റുരച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യും. ഇന്ന് കലയാണ് മനുഷ്യനെ ചേർത്തിറക്കുന്നതിൽ മുഖ്യമായ കണ്ണി. കലയിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നമ്മുടെ കേരളത്തിൽ പ്രതിഫലിക്കുന്നില്ല. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണോ എന്ന് ഞാൻ ഇവിടെ പറയുന്നുമില്ല. നമ്മുടെ മിടുക്കന്മാരായ കൊച്ചുകുട്ടികൾ, അതിൽ എൻ്റെ കൊച്ചുമകനും ഉൾപ്പെടുന്ന ഈ കാഴ്ചകൾ, അവർ ഈ ഇളം പ്രായത്തിൽ അവതരിപ്പിക്കുന്ന ഇത്തരം ദൃശ്യങ്ങളും അവരുടെ പാട്ടുകളുമൊക്കെ നാം ഇന്നത്തെ കാലത്ത് പ്രായമേറിയവർക്ക് അവർ പാട്ട് ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവരും ആസ്വദിക്കുന്നു. കാരണം പാട്ടിൻ്റെ താളത്തിന് ഭാഷ ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെയാണ് കലയായി തന്നെ നിലനിൽക്കുന്നത് എന്ന് നാം പറഞ്ഞത്. മുഹമ്മദ് ഇനാം സഹക്, എൻ്റെ ചെറുമകൻ, അവതരിപ്പിക്കുന്ന പല പരിപാടികളും ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ മറ്റു കുട്ടികളും അവരുടെ പ്രായത്തിനും അവരുടെ കലയ്ക്കുമനുസരിച്ച് അവ കൃത്യമായി ടീച്ചേഴ്സിൻ്റെ നിർദ്ദേശാനുസരണം പഠിച്ച കലാപരിപാടികൾ വളരെ വ്യക്തമായും നഗ്നമായും വളരെ സന്തോഷത്തോടെ അവർ അവതരിപ്പിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ബാല്യകാലത്തിലൂടെ ഒന്നുകൂടി തിരിച്ചു പോയാലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചു പോകാറുണ്ട്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യത്തിൽ കാലൂന്നി നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഈ ഒരു കാഴ്ചകളാണ് ഞങ്ങളെ ബാല്യത്തിലേക്ക് എത്തിക്കുന്നത്. അന്നത്തെ ഞങ്ങളുടെ ബാല്യകാലത്തിലെ ആനിവേഴ്സറികളുമൊക്കെ നല്ലൊരു വള്ളിയുള്ള നിക്കർ പോലും ഇല്ലാതിരുന്ന കാലഘട്ടം ഇടയ്ക്ക് മനസ്സിൽ ഓർമ്മ വരികയാണ് ഈ കാഴ്ചകൾ കാണുമ്പോൾ. ഇന്നത്തെ കുട്ടികളും അതുപോലെ ബാല്യ കൗമാരക്കാരുമൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണ്. Now it's time for a power-packed performance by our UKG boys. Get ready to witness their ഓരോ ചുവടുവയ്പ്പുകളും ഹൃദയതാളം പോലെ അവർ അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ തുടിതാളം പകർത്തുകയാണ് വേദിയിൽ. പഠിച്ച നൃത്ത ചുവടുകൾ ഒരു കടുമണി പോലും തെറ്റാതെ ഭംഗിയായി അവതരിപ്പിക്കുന്ന കൊച്ചുകുട്ടികൾ. ക്ഷമയോടെ വീക്ഷിക്കുന്ന അവരുടെ മാതാപിതാക്കളും, ആ കൂട്ടത്തിൽ ഞാനും. ഓരോ വാർത്തകളും വിശേഷങ്ങളുമൊക്കെ തത്സമയം അതിരുകടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാർത്തകൾക്ക് അതിരുകളില്ല, കലകൾക്കും അതിരുകളില്ല. മനുഷ്യന് മാത്രമാണ് ഭൂമധ്യരേഖയും അതുപോലെ ഭൂപടത്തിൽ കാണുന്ന വരകളും അതിർവരമ്പായി തിരിച്ചിട്ടുള്ളൂ. പക്ഷിമൃഗാദികൾക്കോ ഒന്നും ഭൂപടത്തിലെ വരകൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ ബാധകമല്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് കലയും. അതുകൊണ്ട് തന്നെയാണ് കലോത്സവങ്ങൾ എക്കാലവും തിളങ്ങി നിൽക്കുന്നതും അത് മോടി പിടിപ്പിക്കുന്നതും അത് കാണുവാൻ ജനങ്ങൾ ഒഴുകിയെത്തുന്നതും. കലയായി നിലനിൽക്കുന്നു എന്ന് നാം ആദ്യമേ പറഞ്ഞു. ഓരോ കലകളും ഓരോ നാടിൻ്റെ സംസ്കാരത്തോട് ചേർന്നാണ് നിലനിൽക്കുന്നത്. ഒരു കല രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിൽ ചേരുമ്പോൾ അവിടുത്തെ സംസ്കാരവുമായി ആ കലയ്ക്ക് പൊരുത്തക്കേടുകളോ ഒന്നും ഉണ്ടാകില്ല. ആ കല അവിടെയും നിലനിൽക്കും. അതാണ് കലയ്ക്കും അതിർവരമ്പുകളില്ല എന്ന് പറഞ്ഞത്. കുട്ടികൾ പഴയകാല സിനിമകളിലെ നല്ല നല്ല പാട്ടുകളാണ് ഇവിടെ പാടുന്നത്. പക്ഷേ പാട്ടുകൾ ഇതിലൂടെ അപ്ലോഡ് ചെയ്യാൻ നിയമപരമായി യൂട്യൂബ് അനുവദിക്കുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ദൃശ്യങ്ങൾ മാത്രം പകർത്തുന്ന ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്കൊരു അരോചകമായി തോന്നിയേക്കാം. എന്നാലും നമ്മുടെ കൊച്ചുമക്കളുടെ ഈ കലാപരിപാടികൾ ദൃശ്യമായി തന്നെ നമ്മൾ കണ്ടാസ്വദിക്കുക. നിയമം എവിടെയും ബാധകമാണ്. നിയമത്തെ ലംഘിക്കുക എന്നുള്ളത് ശിക്ഷാർഹവുമാണ് എന്ന് നമുക്കറിയാം.
അതിനാൽ യൂട്യൂബിൽ ഈ പാട്ടുകൾക്ക് വിലക്കുണ്ട് എന്നുള്ളത് കൊണ്ട് പാട്ടുകൾ അപ്ലോഡ് ചെയ്യാൻ നിവൃത്തിയില്ല എന്നുള്ളതിൽ ഖേദിക്കുന്നു. തകർത്താടുന്ന കൊച്ചുമിടുക്കികളും മിടുക്കന്മാരും വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുകയാണ്. ഓരോ സ്റ്റെപ്പുകളും പുതിയ പുതിയ ടീമുകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും പുതിയതിനെ തേടുകയാണ്. മനുഷ്യർ അങ്ങനെയാണല്ലോ. ഒന്ന് കണ്ട് ആസ്വദിച്ചാൽ വീണ്ടും അതിനേക്കാൾ മികച്ചത് കാണണമെന്നാണല്ലോ എവരുടെയും ആഗ്രഹം. തന്നെയുമല്ല, മക്കൾ നമ്മളെക്കാൾ വലുതാകണമെന്നാണല്ലോ എല്ലാ മാതാപിതാക്കളുടെയും ലക്ഷ്യവും ആഗ്രഹവും. എന്നാൽ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് നമ്മുടെ മക്കൾ വളരുകയാണ്. കലയിലൂടെയും സാഹിത്യത്തിലൂടെയും മറ്റ് വിദ്യാഭ്യാസത്തിലൂടെയും. അതിന് വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂൾ ഒരു വലിയ സാഹചര്യം ഒരുക്കുന്നു, അല്ലെങ്കിൽ വേദി ഒരുക്കുന്നു എന്ന് മാത്രം. അതിന് അതിൻ്റെ സംഘാടകർക്കും മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും അനധ്യാപകർക്കും ഉൾപ്പെടെ അഭിനന്ദനങ്ങൾ വീണ്ടും അർപ്പിക്കുകയാണ്. കലയെ സ്നേഹിക്കാത്തവരായി ആരും തന്നെയില്ല. വിവേകമുള്ള സകല മനുഷ്യരും കല ആസ്വദിക്കുന്നവരാണ്. എല്ലാവർക്കും കലാപ്രകടനങ്ങൾ നടത്താൻ കഴിവില്ല എങ്കിലും കല പ്രകടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള കഴിവാണ് കലയെ ആസ്വദിക്കുക എന്നുള്ളത്. അതിനാൽ കലാ ആസ്വാദകരും കലാകാരന്മാർ തന്നെയാണ്. എനിക്കിതിന് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ആരും വിഷമിക്കേണ്ടതില്ല. നമ്മൾ ആസ്വാദന കലയുള്ളവരാണ് എന്ന് നാം മനസ്സിലാക്കുക, അതിൽ സംതൃപ്തി അടയുക. നൃത്തങ്ങളുടെ ചുവടുകളും കലാരൂപങ്ങളുമൊക്കെ നിശ്ചല ദൃശ്യങ്ങളുമൊക്കെ അവതരിപ്പിക്കുമ്പോൾ അത് ആധുനികതയുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ നൃത്തങ്ങളും നൃത്യങ്ങളുമൊക്കെ ആധുനിക കലയും അതുപോലെ പ്രാദേശിക സത്യങ്ങളെയും വിളിച്ചു പറയുന്നുണ്ട്. രാജ്യവും ലോകവും വലിയ 2-3 കാര്യങ്ങളിലൂടെ ചർച്ച ചെയ്തും പോരാടിയും പോരാട്ടം നടത്തിയും ഒക്കെയായി ലോകരാജ്യങ്ങളും ഉൾപ്പെടെ ഒന്നിച്ച് മുന്നേറുകയാണ്. ശാസ്ത്രം അതിൻ്റെ മികവാർന്ന പ്രവർത്തനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മരണമില്ലാത്ത മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ള തരത്തിലേക്ക് ശാസ്ത്രം എത്തി നിൽക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളും കടന്ന് 7 ലോകത്തിനപ്പുറത്തേക്ക്, ബഹിരാകാശത്തിനപ്പുറത്തേക്ക് എത്ര വരെ പോകാൻ കഴിയുമോ അത്ര വരെ പോകുക എന്നുള്ളതാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ മക്കളൊക്കെ, ഈ കുരുന്ന മക്കൾ വലുതായി വരുമ്പോൾ അവർ ഏത് രാജ്യത്ത് എന്നല്ല ഏത് ഗ്രഹത്തിൽ ജീവിക്കുമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഒന്നും ചിന്തയിലും ചിന്തകളുടെ ഒരു കോണിൽ പോലും എത്താത്ത തരത്തിലേക്കായിരിക്കും നമ്മുടെ ഈ കൊച്ചുമക്കൾ ഭാവിയിൽ എത്തിച്ചേരുക. അവരെല്ലാവരും മിടുക്കന്മാരും മിടുക്കുകളുമായി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഈ വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും വിദ്യ പൂർത്തിയാക്കി പുറത്തിറങ്ങി വിവിധ മേഖലകളിലേക്ക് വളരേണ്ടവരാണ്. വേദിയിൽ പുതിയ നാടകങ്ങളും കാലഘട്ടത്തിന് യോജിച്ചതും ഭാവി തലമുറയ്ക്ക് ഗുണപ്രദമായതുമായ ഒരുപാട് സംഭാഷണങ്ങളും കലകളുമൊക്കെയാണ് നടക്കുന്നത്. അത് അതേപടി യൂട്യൂബിലൂടെ പ്ലേ ചെയ്യുക അല്ലെങ്കിൽ ഇതിലൂടെ കാണിക്കുക എന്നുള്ളത് അപ്രാപ്യമാണ്, അല്ലെങ്കിൽ അപ്രായോഗികമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം. മിടുക്കന്മാരുടെ ചില അവതരണങ്ങൾ നമ്മളേവരെയും സ്തബ്ധരാക്കുന്ന തരത്തിലുള്ളതാണ്. ഇന്നത്തെ കുട്ടികൾ നമ്മുടെ ബാല്യത്തിലുള്ള കുട്ടികളുടെ, അല്ലെങ്കിൽ നമ്മുടെ ബാല്യം പോലെയല്ല. ഇന്നത്തെ കുട്ടികൾ 50% അറിവോട് കൂടിയാണ് ജനിച്ചു വരുന്നത് എന്ന് ആധുനിക ശാസ്ത്രം വിലയിരുത്തുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് 2 വയസ്സോ 1 വയസ്സാകുന്ന കുട്ടികൾ പോലെ ഇന്നത്തെ വലിയ വലിയ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പഠിക്കുന്നു എന്നുള്ളത്.
നമ്മൾക്ക് ഒരു പുതിയ ടെലിഫോൺ ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഉപയോഗിക്കണമെങ്കിൽ എത്ര പേരുടെ സപ്പോർട്ട് ഉണ്ടായാലാണ്? എന്നാൽ ഒരു വയസ്സ് പൂർത്തിയായ അല്ലെങ്കിൽ 1.5 വയസ്സായ കുട്ടി യൂട്യൂബിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു എന്ന് കേട്ടാൽ നാം ഞെട്ടേണ്ടതില്ല. അതുകൊണ്ടാണ് ജനിക്കുന്ന കുട്ടികൾ 50% അറിവോട് കൂടിയാണ് ജനിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു വന്നത്. വേദിയിൽ നൃത്തങ്ങൾ തകർക്കുകയാണ്. വെറും നൃത്തമല്ല, വീലിലോടുന്ന കൗമാരകല. വിമലഗിരി സ്കൂളിൻ്റെ ഇത്തരം എല്ലാ മേഖലകളിലൂടെയും കുട്ടികളെ പങ്കെടുപ്പിച്ചും പ്രാക്ടീസ് കൊടുത്തും ചെയ്തു വരുന്ന ഈ രീതിയെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. എന്താണ് അവർ വിളിച്ചു പറയുന്നത് എന്ന് അവരുടെ പാട്ടിൻ്റെ സംഗീതം അല്ലെങ്കിൽ അവരുടെ സംഗീതത്തിൽ അടങ്ങിക്കിടക്കുന്ന താളങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ നിവൃത്തിയില്ലാതെ പോയി എന്നുള്ളത് ഈ കമൻട്രി പറയുന്ന എന്നെ സംബന്ധിച്ചും വലിയ വിഷമമുണ്ടാക്കുന്നു. ബാല്യ കൗമാര യൗവനാദികളുടെ കലാമേളകൾ രാജ്യത്തകത്തും പുറത്തുമായി നടന്നിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞ ദിവസമാണ് പരിസമാപ്തിയിലെത്തിയത്. വലിയ ആർഭാടമായി നമ്മുടെ കൊച്ചു സംസ്ഥാനം ഒരു പരാതിയുമില്ലാതെ ആ കലോത്സവങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യവുമാണ്. അത്തരം വലിയ വലിയ വേദികളിലേക്ക് ഈ കൊച്ചു കൊച്ചു കലാകാരന്മാർ എത്തപ്പെടേണ്ടവരാണ് എന്ന് നാം കണക്ക് കൂട്ടണം. ഇപ്പോൾ ഇത്രയും ചിട്ടവട്ടമായി ഇവർ ഇങ്ങനെ നടത്തുന്നു എങ്കിൽ ഇവർ അവിടേക്കെത്തുമ്പോൾ എന്തു ഭംഗിയായി എല്ലാവരും അത്യുന്നതയിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ കലാകാരന്മാരും താനെ രൂപപ്പെട്ടു വരുന്നതല്ല. എല്ലാവരിലും ഓരോ കലകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനെ കണ്ടെത്തി പരിപോഷിപ്പിച്ച് അതിനെ വളർത്തിയെടുത്ത് കൊണ്ടുവരുന്നതിലാണ് അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും അനധ്യാപകരുടെയും കർത്തവ്യം. താടക എന്ന വയലാറിൻ്റെ കവിത അവതരിപ്പിക്കുന്നു ഒരു മിടുക്കി. കഥയും കവിതയും പാട്ടും നൃത്തവും ആട്ടവും എന്ന് വേണ്ട കായിക രംഗവും ഉൾപ്പെടെ എല്ലാ മേഖലകളെയും ഈ വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂൾ പരിപോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം വിളിച്ചോതുന്നത്. പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇത്രയും വലിയൊരു പരിപാടി ഇങ്ങനെ ചുരുക്കി അവതരിപ്പിക്കാൻ വലിയ വിഷമമുള്ള കാര്യമാണ്. എന്നാൽ കഴിയുന്ന തരത്തിൽ ഞാൻ ഈ പരിപാടിയെ ഒന്ന് ചുരുക്കി നിങ്ങളിലേക്ക് അവതരിപ്പിച്ചെത്തിക്കുമ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഒരു ലൈക്ക് അടിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. കാരണം അതിൽ വലിയ മുടക്കമൊന്നുമില്ലല്ലോ. പിന്നെ അതിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം എത്തുമെന്നുള്ള അറിയിപ്പ് കൂടെ ഇതിലൂടെ ഞാൻ നൽകുന്നു. നല്ല ഹൃദ്യമായ മധുരമായ ഗാനങ്ങളാണ് കൊച്ചുമിടുക്കികളും മിടുക്കന്മാരും ഇവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ആ പാട്ട് അതുപോലെ ഈ ചാനലിലൂടെ അവതരിപ്പിക്കാൻ നിയമമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിവിടെ അവതരിപ്പിക്കുന്നില്ല. സംഗീതത്തിനും അതുപോലെ മറ്റെല്ലാ കലകൾക്കും എന്ന പോലെ സംഗീതത്തിനും ഇവിടെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് അടുത്ത വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും.
വർണ്ണാഭമായ കളറുകൾ അണിയുന്ന കുട്ടികൾ അവതരിപ്പിക്കുന്ന ഈ നൃത്യങ്ങളൊക്കെ എന്ത് ഹൃദ്യമായിട്ടാണ് ഞാൻ ആസ്വദിക്കുന്നത്. കാരണം നമുക്കൊന്നും നമ്മൾ പഠിച്ച കാലത്ത് ഒരു സ്റ്റേജിൽ കയറാൻ പേടിയായിരുന്നു. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് സ്റ്റേജിൽ കയറുക എന്നുള്ളതല്ല, എവിടെ കയറാനും എന്ത് അവതരിപ്പിക്കാനും യാതൊരു മടിയുമില്ല. അറിവിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 50% അറിവോട് കൂടിയാണ് അവർ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് തന്നെ എന്ന്. വലിയ വലിയ കലാമത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന ഒരു വേദി പോലെ വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഈ വേദി ധന്യമായിരിക്കുകയാണ്. കളർഫുൾ ലൈറ്റുകളും അച്ചിട്ട പോലെ പ്രവർത്തിക്കുന്ന അതിൻ്റെ സംഘാടകരും അച്ചടക്കത്തോടെ ഇതെല്ലാം കേട്ടിരിക്കുന്ന രക്ഷകർത്താക്കളും എല്ലാം കൂടി ഈ വേദിയെ ധന്യമാക്കി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസം എഴുത്തും വായനയും മാത്രമല്ല, കലാകായികവും മനസ്സിലിണങ്ങിയ മനോവ്യാപാരങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള വേദികൾ കൂടിയാണ് എന്ന് നമ്മെ ഈ പരിപാടി ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് ഇത്രയും മാനസികവും ഉല്ലാസത്തോടെയും ഈ സ്കൂൾ അന്തരീക്ഷത്തിൽ പഠിക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് നമുക്കും അഭിമാനിക്കാം. വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂൾ 2024-25 ആനുവൽ ഡേ എന്തുകൊണ്ടും ധന്യമായി എന്ന് ഞാൻ അവകാശപ്പെടുന്നു. സ്കൂളിൻ്റെ തനതായി പഠിച്ച ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന കുട്ടികളെയാണ് ഇപ്പോൾ നാം കാണുന്നത്. ഗിത്താറും വയലിനും എന്ന് വേണ്ട, കീബോർഡും എല്ലാം ഹൃദ്യമാക്കുന്ന വലിയൊരു സംഘം കുട്ടികൾ. ഓരോരുത്തരും അവരവരുടെ കഴിവിനെ മാക്സിമം അവതരിപ്പിക്കുകയാണ് വേദിയിൽ. അവസാനമായി സ്കൂളിൻ്റെ മ്യൂസിക് സംഘം വലിയ പാട്ടുകൾ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. ചെറിയ ചെറിയ താളപ്പിഴകളൊക്കെ ഉണ്ടെങ്കിലും അവർ സ്കൂളിൽ തന്നെ അഭ്യസിച്ചെടുത്ത അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന വേദിയാണ് എന്ന് നാം ഓർക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു അഭിമാനം തന്നെയാണ്. 2-3 പാട്ടുകൾ അവരുടെ കഴിവിൻ്റെ പരമാവധി അത് ഭംഗിയായി തന്നെ അവർ അവതരിപ്പിച്ചു എന്നുള്ളത് മഹത്വവൽക്കരിക്കുന്ന മഹത്വമാണ്. അവസാന പരിപാടിയായി സ്കൂളിലെ വലിയ കരാട്ടെ ടീം തന്നെ വേദിയിൽ സന്നിധരായി. അവരുടെ അഭ്യാസമുറകളും അവരുടെ ആയോധന കലകളിൽപ്പെട്ട എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പേരൻസിന് വളരെ സന്തോഷമായി എന്നുള്ളത് ഓരോരുത്തരുടെയും മുഖഭാവം വിളിച്ചോറുന്നു. അങ്ങനെ കരാട്ടയോടുകൂടി ഈ ദൃശ്യവിരുന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കരാട്ടെ മത്സരങ്ങളുടെ ഒരുപാട് രംഗങ്ങൾ കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചുവെങ്കിലും മുഴുവനായി ഇവിടെ പകർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വ്യസനം നിങ്ങളെ അറിയിക്കുന്നു. പച്ചപ്പാണിൻ്റെ സന്തോഷം. ഇന്നത്തെ വീഡിയോകളും കാഴ്ചകളും സ്കൂൾ ഫെസ്റ്റിവലിൻ്റെ അല്ലെങ്കിൽ ആനിവേഴ്സറിയുടെ സകല വിശേഷങ്ങളും വിവരണങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ എല്ലാ വിശേഷ പരിപാടികളും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണുവാൻ അവസരമുണ്ടാകും എന്നുകൂടി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ.
കലാപരിപാടികൾ രാത്രി ഒരുപാട് വൈകിയാണ് അവസാനിച്ചത്. എല്ലാ മിടുക്കന്മാരായ മിടുക്കികൾക്കും ഇതിൻ്റെ സംഘാടകരായ അധ്യാപകർക്കും അനധ്യാപകർക്കും മാനേജ്മെൻറ്റിനും ഇതിനെല്ലാത്തിനും സഹകരിച്ച് ഒപ്പം നിന്ന രക്ഷകർത്താക്കൾക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ പരിപാടി കാണുകയും കേൾക്കുകയും യൂട്യൂബിലൂടെ ഇത് കണ്ട് ആസ്വദിക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ കാഴ്ചകൾ ഇന്നത്തേത് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് എത്തും വരേക്കും നിങ്ങളേവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.